സർ, പൊതുവെ നാറ്റോ രാജ്യങ്ങളും ബ്രിക്സിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. മറ്റൊന്ന്, ഈ നാറ്റോ രാജ്യങ്ങൾ അല്ലെങ്കിൽ നാറ്റോയിൽ നിന്ന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു രാജ്യം ഇന്ത്യക്ക് മേലാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ബ്രിക്സിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളെ നശിപ്പിച്ചു കളയും എന്നൊരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു, എതിർത്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ഈ ഒരു വിലയിരുത്തലിൽ? നാറ്റോയും ബ്രിക്സും തമ്മിൽ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ നാറ്റോ രാജ്യങ്ങൾക്ക് ഒരു പേടി സ്വപ്നം ആവുന്നുണ്ട് ബ്രിക്സ്. നമുക്ക് തുടക്കത്തിൽ തൊട്ടേ പല കാര്യങ്ങളും അതിന്റെ വാർത്താക്കുറിപ്പുകളും നാറ്റോയുടെ ഭാഗമായിട്ടിരിക്കുന്ന അമേരിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒക്കെ കാര്യങ്ങളും അവരുടെ വാർത്താക്കുറിപ്പുകളും ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. അതായത് നാറ്റോ സഖ്യം എന്ന് പറഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം റഷ്യ, അമേരിക്ക രണ്ട് ഭാഗത്തായിട്ടിരിക്കുന്നത്. റഷ്യ നിൽക്കുന്നത് പറഞ്ഞാൽ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കകത്ത് ആ രീതിയിൽ രാജ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കും, മറ്റേ ജനാധിപത്യ രീതിയിലേക്ക് രാജ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ നിൽക്കുന്നു. റഷ്യ അന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. സോവിയറ്റ് യൂണിയൻ തകരുന്നു, ഈ നാറ്റോ സംവിധാനം ആ കെയർ ഓഫിൽ തന്നെ തകർച്ചയുടെ കെയർ ഓഫിൽ ഉയർച്ച വരുന്നു. പിന്നെ റഷ്യ ആയിട്ട് നിന്നിട്ട് ഇപ്പൊ വീണ്ടും ആ പഴയ ഒരു ലൈനിലേക്ക് റഷ്യയുടെ കെയർ ഓഫിൽ കുറെ രാജ്യങ്ങളെ നിലനിർത്താൻ വേണ്ടി റഷ്യ ശ്രമിക്കുന്നുണ്ട്. അപ്പം മറ്റേ സഖ്യം എന്ന് പറഞ്ഞാൽ ഭീമമായ സഖ്യമാണ്, നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അമേരിക്ക, പിന്നെ ഏതാണ്ട് 32ഓളം രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ. അതിനകത്ത് അമേരിക്കയും ഒരുപക്ഷെ കാനഡയും മാത്രമാണ് ഈ യൂറോപ്യൻ രാജ്യത്തിന് പുറത്തു നിൽക്കുന്നത്. അപ്പം അതൊരു വലിയ സഖ്യമാണ് നാറ്റോ സഖ്യം എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് എക്കണോമിക്കൽ ഗ്രോത്ത്, അവരുടെ GDP മാത്രം നമ്മൾ നോക്കുമ്പം ഏതാണ്ട് $50 ട്രില്യൺ ഉണ്ട്. അതിനകത്ത് യുഎസിന്റെ മാത്രം അതിന്റെ 30 ട്രില്യൺ വരും. അപ്പം അതാണ് 96 കോടി ജനം ഈ 32 രാജ്യങ്ങൾക്കകത്തുണ്ട്. അപ്പം ഇതൊരു വലിയ സംവിധാനമാണ്. ലോകത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന സാമ്പത്തിക സംവിധാനവും അല്ലെങ്കിൽ സൈനിക സംവിധാനവും ഒക്കെ ഉള്ള ഒരു കൂട്ടായ്മ. നാറ്റോ രാജ്യത്തെ ഇപ്പൊ നമ്മൾ നാറ്റോയ്ക്കകത്തുള്ള ഏതെങ്കിലും രാജ്യത്തെ കയറി അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം കൂടി അവരെ തിരിച്ചടിക്കും. അതാണ് അവരുടെ സെറ്റപ്പ്. അപ്പം ഒരു രാജ്യത്തിനെ വേറെ രാജ്യത്തിനെ ആക്രമിക്കാൻ പറ്റില്ല. ഇപ്പൊ ഫ്രാൻസിനെ ആക്രമിക്കുകയാണെങ്കിൽ 32 രാജ്യങ്ങളും പങ്കെടുക്കും, അമേരിക്കയും പങ്കെടുക്കും. അപ്പം ഓക്കെ, അപ്പൊ അത്തരത്തില. അപ്പൊ ഇപ്പം ഈ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, ഇതിനകത്ത് ചൈന ഉണ്ടാകുന്നു, ഈ പറയുന്ന ബ്രസീൽ ഉണ്ടാകുന്നു, റഷ്യ ഉണ്ടാകുന്നു. അപ്പം ഇതിന് ബദലായിട്ട് ഇങ്ങനെ വരുന്നത്, അതിനകത്ത് ഇവരെ അത്രയും വരത്തില്ലെങ്കിലും ഒരു 40% എക്കണോമി കൈകാര്യം ചെയ്യുന്ന രാജ്യത്തെ പരിശോധിക്കുമ്പോൾ വരുന്ന രാജ്യങ്ങളാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങൾ എന്നത് ചൈന, ഏഷ്യൻ രാജ്യത്തിനകത്ത് ഈ പറയുന്ന ഇന്ത്യ, റഷ്യയും കൂടിയുള്ള ഒരു കൂട്ടായ്മ വരുമ്പോ തന്നെ, അതായത് ഇന്ത്യയും ചൈനയും വരുമ്പോ തന്നെ ഈ അമേരിക്കയ്ക്കും മറ്റ് യൂറോപ്യൻ കൺട്രീസിനും ഒക്കെ ഈ രണ്ട് രാജ്യം, ബാക്കി ഇറാൻ ഉണ്ടാകുന്നു, ബാക്കി ഇപ്പൊ പിന്നെ ബ്രിക്സിനകത്ത് വരുന്നുണ്ട്, സൗദി അറേബ്യ ശ്രമിക്കുന്ന കൂടുതൽ രാജ്യങ്ങളുണ്ട്, അതൊക്കെ രാജ്യത്തിനാണ്. അപ്പൊ ഇതിനകത്ത് ആളുകൾ പങ്കെടുക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മ വരുന്നു. ഈ കൂട്ടായ്മ മറ്റതിനോട് മത്സരിക്കത്തക്കവണ്ണം ആകുന്നു. ഇതിന്റെ പുറകിൽ ഇന്ത്യ ഉണ്ടാകും. മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ കഴിഞ്ഞ ബ്രിക്സ് സമ്മേളനം കഴിഞ്ഞപ്പോഴത്തേന് നരേന്ദ്രമോദി അതിന്റെ ഒരു ഭാരവാഹിത്വം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്നത് പോലെ രാജ്യത്തിനകത്ത് തോന്നിപ്പിക്കുന്നു. നരേന്ദ്രമോദിയുടെ അഭിപ്രായത്തിന് ബ്രിക്സ് ഉച്ചകോടിക്കകത്ത് വളരെ വലിയ പ്രാധാന്യം ഉണ്ടാകുന്നു. നരേന്ദ്രമോദി പറയുന്നത് പോലെ അതിനകത്ത് ഇന്ത്യയുടെ കാര്യങ്ങൾ പാസ്സാകുന്നു. അപ്പം അത് ആ ഒരു കൂട്ടായ്മ ഈ പറയുന്ന 32 രാജ്യങ്ങളുള്ള ഈ പറയുന്ന നാറ്റോ സഖ്യത്തിനകത്ത് സായിപ്പുമാരുടെ കൂട്ടായ്മ എന്ന് വേണേൽ പറയാം. 30 രാജ്യങ്ങളും യൂറോപ്യൻ കൺട്രീസാണ്. അവർക്ക് ഇതൊരു തലവേദനയായിട്ട് മാറും. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ബ്രിക്സ് ഉച്ചകോടി അല്ലെങ്കിൽ അതുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് നിൽക്കുന്ന, അത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കെല്ലാം 10% താരിഫാണ് ഏർപ്പെടുത്തുന്നത്. പുള്ളി ഇപ്പൊ താരിഫും കൊണ്ട് ഇറങ്ങിക്കുക, താരിഫാണ് ഏർപ്പെടുത്തും. അപ്പൊ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ആലോചിക്കാം, ചൈനയും ഇന്ത്യയും കൂടെ ഒന്നിച്ചാ പറഞ്ഞത്, അതൊന്നും അങ്ങനൊന്നും പേടിപ്പിക്കേണ്ട, അതെന്താന്ന് വെച്ചാൽ ആലോചിക്കാം. അപ്പം ഇപ്പം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നല്ലോ, മാർക്ക് റൂട്ട് പറഞ്ഞ നാറ്റോയുടെ സെക്രട്ടറി, അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കണ്ടില്ലായിരുന്നു? അതിനകത്ത് റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങളെ നാളെ കാലത്തെ അവർ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ പുറത്ത് ഉപരോധം വരും, അത്തരത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരും. കാരണം ഈ പറയുന്ന യുദ്ധത്തിന് കാരണക്കാരനായിട്ട് അല്ലെങ്കിൽ സമാധാനത്തിന്റെ വഴിക്കേക്ക് റഷ്യ പോകാതിരിക്കുന്നതിന് കാരണം റഷ്യയെ സഹായിക്കുന്ന, വ്യാപാരം നടത്തുന്ന മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി ആ പണം ഉപയോഗിച്ച് യുദ്ധം നടത്തുന്നതിന് വേണ്ടി റഷ്യ ശ്രമിക്കുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് നമ്മളെയാണ്.
അതായത് നമ്മളാണല്ലോ അവിടെ ക്രൂഡ് ഓയിൽ മേടിക്കുന്നത്, പിന്നെ ചൈനയാണല്ലോ ക്രൂഡ് ഓയിൽ മേടിക്കുന്നത്, നമ്മളാണല്ലോ ആയുധങ്ങൾ മേടിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട് ഏതാണ്ട് 16 ദശലക്ഷം US$ അല്ലെങ്കിൽ അത്തരത്തിലോളം രൂപയുടെ ക്രൂഡ് ഓയിൽ മേടിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് ഒരു വർത്തമാനം വന്നു. ഇന്ത്യ അതിനകത്ത് തക്കതായ മറുപടി കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യക്കകത്ത് 140 കോടി ജനങ്ങളുടെ പ്രാപ്തമായിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്ത്യയുടെ താല്പര്യം അനുസരിച്ച്, ആ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഏത് രാജ്യവുമായിട്ട് കരാർ വേണം, ഏത് രാജ്യമായിട്ട് ബന്ധം വേണം, ഏത് രാജ്യമായിട്ട് സഹകരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് മര്യാദയ്ക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആരും വിരട്ടുകയൊന്നും വേണ്ട, ഞങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയാം. അതിനകത്ത് നിങ്ങൾ അവിടെ കിടന്ന് ഈ പറയുന്ന യുക്രൈനും റഷ്യയും തമ്മിൽ അടി ഉണ്ടാക്കുന്നെങ്കിലും, യുക്രൈന്റെ ഭാഗമായിട്ട് നാറ്റോ രാജ്യങ്ങൾ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ അമേരിക്ക ഉണ്ടെങ്കിലും, റഷ്യ തകർക്കണോ തീരുമാനം ഉണ്ടെങ്കിലും, അത് നിങ്ങളുടെ കാര്യം. ഏതൊക്കെ രാജ്യവുമായിട്ട് ഈ പറയുന്ന വ്യാപാരം വേണമെന്നും മറ്റു കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കാനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ട്. അങ്ങനെ വരട്ടണ്ട. ഇതുവരെ നാറ്റോ രാജ്യങ്ങളുടെ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള ആൾക്കാർക്ക് ഇത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അഭിപ്രായം തിരിച്ചു പറയാൻ ഈ പറയുന്നത് പോലെ കരുത്ത്, അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനമെടുത്ത് പറയാൻ കരുത്ത് ആരും കാണിച്ചിട്ടില്ല. കാരണം അതിനുള്ള ശക്തി, അവരോട് എതിർക്കാനുള്ള ശക്തിയില്ല. പക്ഷെ ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ബാക്കിയുള്ള രാജ്യങ്ങളുടെ കൊണ്ട് വലിയ ഷൗട്ട് ചെയ്തോ അല്ലെങ്കിൽ കാണിച്ചു തരാന്നൊക്കെ പറയുന്നു ബ്രസീലും മറ്റ് പല രാജ്യങ്ങളൊക്കെ അമേരിക്കയോട് പറയുന്ന പോലെ നമ്മൾ പറയും. നമ്മൾ നമ്മുടെ മര്യാദയ്ക്ക് പറയും, നമ്മുടെ മര്യാദയ്ക്കേ നമ്മൾ സംസാരിക്കത്തുള്ളൂ. പിന്നെ മര്യാദ അങ്ങ് മാറിറ്റി ആ മര്യാദയ്ക്കായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് നമ്മൾക്കളെ എന്തെങ്കിലും ചെയ്ത് കളയാമെന്നുള്ള രീതി, അല്ലെങ്കിൽ നമ്മളെ കാണിച്ചു തരാമെന്നുള്ള രീതി വരുമ്പോൾ മാത്രം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അവസാനം മാത്രം, ഏറ്റവും ക്ഷമിച്ചതിന് ശേഷം മാത്രം നമ്മൾ നമ്മളെ യഥാർത്ഥ രീതികളിലേക്ക് പോകുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മ, ഇപ്പം G7 ഉച്ചകോടിയുടെ കൂട്ടുന്നത്, ആ കൂട്ടായ്മയ്ക്കകത്ത് 1, 2, 3 തീരുമാനങ്ങൾ ഈ പറയുന്ന നാറ്റോയെയും അമേരിക്കയും ഒക്കെ വളരെ കൂടുതലായിട്ട് അലോസരപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഡോളറിൽ അല്ല വിനിമയം, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വിനിമയത്തിന് പ്രത്യേക ഒരു കറൻസി ഉണ്ടാക്കുന്നതിനെ പറ്റി അവർ ആലോചിച്ചിട്ടുണ്ട്. ആ കറൻസി വന്നില്ലെങ്കിൽ തന്നെയും അവർ തമ്മിലുള്ള, ആ രാജ്യങ്ങൾ തമ്മിൽ ഒരു വിനിമയത്തിന് വേണ്ടി അവരുടെ രാജ്യങ്ങൾ തമ്മിലുള്ള കറൻസി, അതിന്റെ ഇടനിലയായിട്ട് ഒരുപക്ഷെ ഡോളർ വരണ്ട എന്നുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ പറയുന്ന ഇവര് തമ്മിലുള്ള വ്യാപാരം, കയറ്റുമതി ഇറക്കുമതി, അങ്ങനത്തെ പല പ്രത്യേക രീതിയിൽ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നാറ്റോ ഇപ്പോഴും എക്കണോമിക്കലി ആണ് ഈ ഫൈറ്റ് വരുന്നത്. അതുപോലെ സൈനികമായിട്ട് ഇനി ഇത് വരാം. ഇപ്പൊ പറയുന്ന നാറ്റോയുടെ ഒരു രാജ്യത്തെ കയറി ആക്രമിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ആക്രമിക്കുന്നതിനെതിരെ ആക്രമിക്കുമെന്ന് പറയുന്ന പോലെ അത്തരത്തിലുള്ള ഒരു തീരുമാനവും വലിയ വലിപ്പത്തിലുള്ള തീരുമാനവും ഒക്കെ വരുമ്പം ലോകക്രമത്തിനകത്ത് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം റഷ്യയും അമേരിക്കയും രണ്ട് ചേരിയിൽ നിന്ന് ലോകക്രമത്തെ വിഭജിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് അമേരിക്കയാകുന്നു, ഒരു ഭാഗത്ത് റഷ്യ തലപ്പത്ത് വരുന്നതിന് പകരം ഇപ്പോൾ ഒരു ഭാഗത്ത് നാറ്റോയുടെ തന്ത ഇപ്പോഴും, ഈ സെക്രട്ടറി ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും തന്ത ഇപ്പോഴും അമേരിക്കയായിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര രാജ്യങ്ങൾ അങ്ങ് കൂടിയാലോചിച്ച് തീരുമാനമെടുത്ത് പോകുമ്പോൾ, ലോകത്ത് ബാക്കിയുള്ള രാജ്യങ്ങൾ എങ്ങനെ വേണം, അല്ലെങ്കിൽ എങ്ങനെ ചലിക്കണം, എങ്ങനെ വ്യാപാരം നടത്തണം, എവിടുന്നൊക്കെ മേടിക്കണം, അല്ലെങ്കിൽ ഏത് രാജ്യത്തു നിന്നൊക്കെ മേടിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ലോകക്രമത്തെ പഴയതുപോലെ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം റഷ്യയുടെ കൈപ്പിടിയിൽ നിന്ന് പോയ രണ്ട് ലോകക്രമത്തിനകത്ത് ഒരു ലോകക്രമം നിയന്ത്രിക്കാൻ പ്രാപ്തമായിട്ട് ഇന്ത്യ വരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പുറത്തോട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്, റഷ്യയെ സഹായിക്കുന്നവർ സൂക്ഷിക്കണം, നാളെ കാലത്ത് അനുഭവിക്കേണ്ടി വരും. അവരെ സഹായിക്കുന്ന, അവരിൽ നിന്ന് കച്ചവടം നടത്തുന്ന, അവരിൽ നിന്ന് ഈ പറയുന്ന ക്രയവിക്രയം നടത്തുന്നവർ ചില ബാനുകൾ അല്ലെങ്കിൽ ഉപരോധങ്ങൾ ഒക്കെ നേരിടേണ്ടി വരും എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ നാറ്റോയ്ക്കൊപ്പം മത്സരിക്കാനും ഒരുപക്ഷെ നാളെ നാറ്റോയെ മറികടക്കാനും, അല്ലെങ്കിൽ നാറ്റോയ്ക്ക് ബ്രിക്സിനകത്ത് നിൽക്കുന്ന രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാനും വരാത്ത രീതിയിലേക്കുള്ള ഒരു കൂട്ടായ്മ ആകുമോ എന്ന് ഭയക്കുന്നുണ്ട്. അത്തരത്തിലേക്കൊരു നീക്കങ്ങൾ, അതാണ് ബ്രിക്സിൻ രാജ്യങ്ങൾക്കെല്ലാം കൂടി ഒറ്റ കറൻസി എന്ന് പറഞ്ഞ ഒരു കറൻസിയുടെ ഒരു രൂപരേഖയും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഒക്കെ നേരത്തെ റഷ്യ കൊണ്ടപ്പോൾ തന്നെ അത് അനുവദിക്കത്തില്ല എന്നൊക്കെ അമേരിക്ക പറഞ്ഞു. അതായത് അമേരിക്കയെ ലോകത്തിന്റെ നെറുകയിൽ, ലോകക്രമത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും വലിയ എക്കണോമിക്കൽ രാജ്യം, ലോകത്തെ നിയന്ത്രിക്കുന്ന രാജ്യം ആയിട്ട് നിൽക്കുന്നതിന് നാളെ കാലത്തെ ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളോട് മത്സരിക്കാൻ പ്രാപ്തമായിട്ട് വരുന്ന ഒരു സംഘടനയായിട്ട് ബ്രിക്സ് ഏതാണ്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു.
അതിന്റെ തലപ്പത്ത് ഇന്ത്യ ഉണ്ടാകുന്നു, അതുകൊണ്ട് അതിന്റെ ശക്തി വലിയ വലിപ്പത്തിൽ വരുന്നു എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ഈ പറയുന്ന ബ്രിക്സ് രാജ്യങ്ങൾക്ക് 10% തീരുവ. അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന റഷ്യ ഉൾപ്പെടെയുള്ള ചൈന ഉൾപ്പെടെയുള്ള ചൈന ഉൾപ്പെടെയുള്ളവരെ കുഴപ്പത്തിലാക്കുന്നതിന് വേണ്ടിയാണ് റഷ്യയെ സഹായിക്കുന്നവർക്ക് 500% തീരുവ എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഒരു തിട്ടൂരവും ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ ബാൻ ഏർപ്പെടുത്തുമെന്നൊക്കെ ആയിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ വരുന്നു. ഇതിന്റെ പുറകിൽ അമേരിക്ക തന്നെയാണ്. അമേരിക്കയാണ് ആദ്യമേ ബ്രിക്സിനെതിരെ 10% താരിഫ് എന്ന് പറയുന്ന അസംതൃപ്തി രേഖപ്പെടുത്തി. അതായത് നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ട് താക്കീത് ചെയ്യുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു വർത്തമാനം ഈ ബ്രിക്സിന്റെ കെയർ ഓഫിൽ നാറ്റോയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. പക്ഷേ നാറ്റോയുടെ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇന്ത്യ അതിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്കാ പറഞ്ഞത്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം, ഞങ്ങളുടെ രാജ്യത്തെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനും ആരുമായിട്ടൊക്കെ കച്ചവടം ചെയ്യണം എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം. നിങ്ങൾ അവിടെ അടി നടത്തുന്നതിന് വേറെ ആരുടെയും കെയർ ഓഫ് മേടിക്കേണ്ട. എന്നാലും ഇന്ത്യക്കുള്ള ഒരു താക്കീതാണ്. ഇന്ത്യയുടെ ശൈലി വെച്ചിട്ട് ഇതുവരെ പറഞ്ഞ മറുപടി അനുസരിച്ച് പരിശോധിക്കുമ്പോൾ നീ നിന്റെ പാട്ടിന് പോടാ, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കും എന്നുള്ള ശൈലി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നാടൻ ഭാഷയിൽ പറഞ്ഞത്. അപ്പം അതാണ് ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾ ബ്രിക്സിന്റെ പുറത്ത് ഇന്ത്യക്കെതിരെ ഒരു നീക്കം, ഒരു തിട്ടൂരം കൊണ്ടുവരാൻ ശ്രമിച്ചതിന് വളരെ കൃത്യമായ മറുപടി കൊടുത്തിരിക്കുന്നു. ഇന്ത്യ അതിന്റെ വഴിക്ക് പോകും. ഇന്ത്യയുടെ വഴിക്ക് പോകുമ്പോൾ ആ വഴിയുമായിട്ട് കൂടിയാലോചിച്ച ഒരു ലോകക്രമത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ മാത്രം നിന്നുകൊടുക്കുന്ന ഒരു ഇന്ത്യ, അതാണ് നാറ്റോയ്ക്കുള്ള മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും.